ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു കാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഗൾഫ് രാഷ്ട്രങ്ങളിൽ യുദ്ധം നടക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായ ടെൻഷനായിരുന്നു. കാരണം ബഹ്റൈനിൽ എൻ്റെ ആങ്ങളെയും ചേച്ചിയുടെ മോളും എൻ്റെ മോനും ഒക്കെ ബഹ്റൈനിലാണ്. അപ്പോൾ കുവൈത്തിൽ മിസൈലിട്ടതും ഒക്കെ നമ്മൾ കാലത്ത് വാർത്ത വെച്ചപ്പോൾ കാണുന്നത് ഇതാണ്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് വിഷമാവാണ്ടിരിക്കുക? എന്താ പറയുക, എന്ത് യുദ്ധത്തിൻ്റെ എന്ത് പരിപാടി ഇതായാലും എന്താ കാരണം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു കാര്യങ്ങളും ഈ യുദ്ധത്തിലേക്ക് എത്താതെ കണ്ട ഒരു അനുരഞ്ജന ചർച്ചയിലൂടെ അത് അവസാനിപ്പിക്കുകയാവും എല്ലാ കാലത്തും നല്ലത്. യുദ്ധം ഒന്നിനൊരു പരിഹാരമില്ലല്ലോ. യുദ്ധം ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുക എന്നല്ലേ ഉള്ളൂ. യുദ്ധം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ, അല്ലാണ്ട് ഒന്നിനൊരു പരിഹാരം യുദ്ധം ആവണില്ല. ഇപ്പോൾ എന്നെ പോലുള്ള അമ്മമാരൊക്കെ ഇപ്പോൾ മക്കൾ ഗൾഫിലുള്ള ഗൾഫിൽ മക്കളുള്ള അമ്മമാരൊക്കെ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും ഇന്നലെ ഒരു നേരമൊക്കെ. അവർക്ക് എനിക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത് എവിടേക്കാണ് തിരിയുക, എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. മോൻ ഇങ്ങനെ വിളിച്ചിട്ട് പറയും, അമ്മ ടെൻഷൻ അടിക്കണ്ട, എന്തിനാ ടെൻഷൻ അടിക്കണേന്നൊക്കെ അങ്ങനെ പറയും. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മളൊക്കെ അമ്മമാരല്ലേ. അപ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സിനെ എത്ര ഇതായാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. എല്ലാ അമ്മമാരും അങ്ങനെയാവും, ഞാൻ മാത്രമല്ല. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കും, എൻ്റെ മോനെ പോലെ എത്രയോ മക്കൾ ആ നാട്ടിലുണ്ടല്ലോ. എല്ലാവർക്കും നല്ലത് വരുത്തണേന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം ഇന്ന് നേരം വിളിച്ചാകുമ്പോൾ തുടങ്ങി പ്രാർത്ഥിക്കുകയാണ്, യുദ്ധം അവസാനിക്കണേന്ന്. എന്തായാലും ഇറാൻ മിസൈല് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇസ്രയേലിലേക്ക് വിട്ടു. പക്ഷേ എന്നാലും അത് കഴിഞ്ഞ് ഇറാൻ പിന്നീട് പറയുകയാണ് യുദ്ധം അവസാനിപ്പിച്ച് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇസ്രയേൽ അതിന് തിരിച്ചടി കൊടുക്കാൻ നിൽക്കുകയായിരുന്നു വെച്ചെങ്കിൽ യുദ്ധം അവസാനിക്കില്ല. അതെന്തായാലും അവരത് ചെയ്യാതെ കണ്ട അതുമ്മൽ അവസാനിപ്പിച്ചതിന് ആർക്കൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് നമുക്കറിയില്ല അല്ലേ. അതിൻ്റെ ഇസ്രായേൽ ഭരണാധിപനും പിന്നെ അതേമാതിരി ഇറാഖ് എല്ലാവർക്കും നമ്മൾ നന്ദി പറയുകയാണ്. കാരണം എത്രയോ മക്കൾ പ്രവാസികളായിട്ട് അവിടെ പോയിട്ടുണ്ട്. നമുക്കൊക്കെ സമാധാനമായിട്ട് ഇവിടെ കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ സമാധാനമായിട്ട് ഇരിക്കേണ്ടതെന്ന് നമുക്ക് അറിയണ്ടേ, എന്നെങ്കിലല്ലേ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചതിൽ എല്ലാ ഭരണാധികാരികൾക്കും നമ്മൾ നന്ദി പറയുകയാണ്. അങ്ങനെ മനുഷ്യന്മാരെ തമ്മിൽ കൊന്ന് ഇതാക്കാൻ നിൽക്കാതെ കണ്ടത് ആ യുദ്ധത്തിനൊരു അറുതി വരുത്തിയാൽ എല്ലാ ഭരണാധികാരികൾക്കും നന്ദി.